ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗ്രാൻഡ് വിറ്റാര എടുത്തിട്ട് സെക്കൻഡ് സർവീസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 5000 കിലോമീറ്ററിലാണ് നമ്മൾ സെക്കൻഡ് സർവീസ് ചെയ്തത്. 5000 അല്ലെങ്കിൽ 6 മാസമാണ് സെക്കൻഡ് സർവീസിന്റെ ഒരു ടൈം വരുന്നത്. അതുപോലെ തന്നെ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് വീണ്ടും നമ്മളുടെ ഓഫറുകൾ തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മൾ വാഹനം എടുത്ത സമയത്തുള്ള ഓൾമോസ്റ്റ് ഓഫറുകൾ നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ഹൈബ്രിഡ് മോഡലുകൾക്ക് 2.25 ലക്ഷം രൂപ പ്ലസ് എക്സ്റ്റൻഡഡ് വാറണ്ടിയും, നോൺ ഹൈബ്രിഡ് മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെ പ്ലസ് എക്സ്റ്റൻഡഡ് വാറണ്ടിയും ഓഫറായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഓഫറുകൾക്ക് ശേഷം ഗ്രാൻഡ് വിറ്റാര ഈ മെയ് മാസത്തിൽ എത്ര രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും, അത് നമുക്ക് ബേസ് വേരിയന്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെയുള്ള പ്രൈസ് നോക്കാം. അതുപോലെ തന്നെ സെക്കൻഡ് സർവീസിൽ നമുക്ക് എത്ര രൂപ കോസ്റ്റ് വന്നു, എന്തെല്ലാം കാര്യങ്ങളാണ് സർവീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ആക്സസറീസും കൂടി നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയിലേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെല്ലാം ആക്സസറീസ് ആണ് ചെയ്തിരിക്കുന്നത്, അതിന്റെ പ്രൈസും എത്രയാണ്, ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യാം. നമുക്ക് സർവീസ് കോസ്റ്റിൽ തന്നെ തുടങ്ങാം. സെക്കൻഡ് സർവീസ് ശരിക്കും ഫ്രീ സർവീസാണ്. നമുക്ക് പേയ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. പക്ഷേ ഞാൻ വാഹനത്തിന്റെ അലൈൻമെന്റ് അവരെന്നോട് ചെക്ക് ചെയ്യണമെന്ന് ചോദിച്ചിരുന്നു, അലൈൻമെന്റും വീൽ ബാലൻസിങ്ങും. അപ്പോൾ അത് ചെയ്തോളാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അതിന് വന്ന കോസ്റ്റ് മാത്രമാണ് എനിക്ക് വന്നിരിക്കുന്നത്. അതിന് 650 പ്ലസ് GST 802 രൂപയാണ് എനിക്ക് സെക്കൻഡ് സർവീസിന് ആകെ വന്നിരിക്കുന്ന കോസ്റ്റ്. ശരിക്കും ഫ്രീ സർവീസാണ്. അതിനകത്ത് ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഓയിൽ, ഫ്ലൂയിഡ് കാര്യങ്ങളെല്ലാം അവർ ടോപ്പപ്പ് ചെയ്യും. പിന്നെ മറ്റെല്ലാ ഒരു ചെക്കപ്പുമാണ് ഈ സെക്കൻഡ് സർവീസിന് ശരിക്കും നടത്തുന്നത്. നമുക്ക് ഓരോ 10,000 കിലോമീറ്ററിലുമാണ് ഗ്രാൻഡ് വിറ്റാരയുടെ ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ വരുന്നത്. പിന്നെ സെക്കൻഡ് സർവീസിന്റെ സമയത്ത് എനിക്ക് കംപ്ലൈന്റുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ആകെ വന്നൊരു കംപ്ലൈന്റ് എൻ്റെ ഈ ഒരു വൈപ്പർ ചെറിയൊരു ജമ്പിങ് ഉണ്ടായിരുന്നു. അത് ഷോറൂമിൽ ഡെലിവറി സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു വൈപ്പറിന് എന്തോ ചെറിയ പ്രശ്നമുണ്ടെന്ന്. അവരന്ന് ചേഞ്ച് ചെയ്തതാണ്, പക്ഷേ അത് ശരിയായില്ല. വീണ്ടും ഈ സെക്കൻഡ് സർവീസിന്റെ സമയത്ത് ആ കംപ്ലൈന്റ് റേസ് ചെയ്ത സമയത്ത് അത് അവർ ഫിക്സ് ചെയ്ത് തന്നിട്ടുണ്ട്. അത് മാത്രമാണ് ഈ 6 മാസത്തെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ഈ വാഹനത്തിൽ നിന്ന് വന്ന ഒരേ ഒരു കംപ്ലൈന്റ് അല്ലെങ്കിൽ കൺസേൺ. അതല്ലാണ്ട് വേറെ യാതൊരു പ്രശ്നങ്ങളും വന്നിട്ടില്ല. ജസ്റ്റ് പെട്രോൾ ഓടിക്കുക എന്നുള്ളത് മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് സെക്കൻഡ് സർവീസ് ആയപ്പോഴത്തേക്ക് ഞാൻ കുറച്ചും കൂടിയും ആക്സസറീസ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് റീസെന്റ് ആഡ് ചെയ്ത ഒരു ആക്സസറിയാണ് നിങ്ങൾ ഈ കാണുന്ന ക്രോസ് ബാർ. ഞാൻ നമ്മുടെ പെരുമ്പാവൂരുള്ള ഷോപ്പിൽ നിന്നാണ് ചെയ്തത്. എനിക്ക് 4500 രൂപയാണ് അതിന് കോസ്റ്റ് വന്നത്. അതിന്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും ഇതിന്റെ ലുക്ക് ഒരു എൻഹാൻസ് ചെയ്ത ഒരു SUV ലുക്ക് കിട്ടുക എന്നുള്ളതാണ്. പിന്നെ വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും സാധനം ക്യാരി ചെയ്യാനായിട്ട് പറ്റുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഞാൻ ഈ ഒരു ലുക്കിലുള്ള ക്രോസ് ബാറാണ് തപ്പി നടന്നത്. സ്ക്വയർ പൈപ്പ് പോലെ വരുന്നത് കുറച്ചും കൂടി കാണാൻ ഒരു SUV ലുക്ക് കിട്ടാനായിട്ട് ഇത് എൻഹാൻസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നി. 5000 കിലോമീറ്റർ ഓടിച്ച എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ 100% ഹാപ്പിയാണ് ഗ്രാൻഡ് വിറ്റാരയിൽ. അതിൽ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ മൈലേജ് തന്നെയാണ്. ഞാൻ പെട്രോൾ അടിക്കുമ്പോൾ 10 ലിറ്റർ 20 ലിറ്റർ ആ ഒരു കാറ്റഗറിയിലാണ് അടിക്കാറ്. 10 ലിറ്റർ പെട്രോൾ അടിച്ച് എപ്പോൾ മൈലേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും മിനിമം 250 കിലോമീറ്ററിൽ കൂടുതൽ എനിക്ക് ഓടാനായിട്ട് പറ്റുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താം. കാരണം നമ്മുടെ ഡിസ്പ്ലേയിൽ ഓരോ ദിവസവും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആവറേജ് ഫ്യൂൽ ഫ്യൂൽ ഇക്കോണമി നമുക്ക് കാണിക്കാറുണ്ട്. എനിക്ക് രാവിലെ ഓഫീസിൽ പോകുന്ന സമയത്ത് 30.2 മൈലേജ് കാണിക്കാറ്. രാവിലെ ഒരു 8 മണിക്ക് ഇവിടുന്ന് ആലുവ വരെ ഓഫീസിൽ പോകുന്ന സമയത്ത്, തിരിച്ചു വരുന്ന സമയത്ത് അത് 24, ചിലപ്പോൾ 26 അങ്ങനെയൊക്കെ കാണിക്കാറുണ്ട്. പിന്നെ ലോങ് ഒക്കെ പോകുന്ന സമയത്ത് 32, 34 വരെയൊക്കെ പല സമയത്തും ഇതിനകത്ത് മൈലേജ് ക്ലോക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം മാന്യമായ രീതിയിലാണ് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത്. ഒരു 60 to 80 കിലോമീറ്ററിനകത്ത് നമ്മൾ ഓടിക്കുകയാണ് എങ്കിൽ 25 പ്ലസ് മൈലേജ് ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഒരു 10 ലിറ്റർ അടിക്കുമ്പോൾ എനിക്കൊരു മിനിമം 250 കിലോമീറ്റർ കവർ ചെയ്യാനായിട്ട് പറ്റാറുണ്ട്. ഈ സെഗ്മെന്റിൽ പെട്രോൾ വരുന്ന ഏത് വാഹനം നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാലും അതിനേക്കാളും ഇരട്ടി മൈലേജാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാരയുടെ തന്നെ നോൺ ഹൈബ്രിഡ് ആണെങ്കിൽ കമ്പനി 20 ക്ലെയിം ചെയ്യുന്നുണ്ട്. റിയൽ ലൈഫിൽ സിറ്റിയിൽ 12ഉം 13ഉം, ഹൈവേയിൽ ഒരു 15 വരെയൊക്കെ മൈലേജാണ് ശരിക്കും ലഭിക്കാറ്. ആ വാഹനത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഇരട്ടി മൈലേജ് നമുക്ക് ഹൈബ്രിഡ് വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ 1000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ നമുക്ക് നോർമൽ വാഹനം 120 തൊട്ട് 130 കിലോമീറ്റർ വരെ ഓടുമ്പോൾ ഇതൊരു 250 കിലോമീറ്റർ എന്താണെങ്കിലും നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇതിൻ്റെ ബെസ്റ്റ് അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത്. അടുത്തൊരു പോസിറ്റീവായിട്ട് പറയാവുന്നത് വളരെ ഈസി ടു ഹാൻഡിൽ ആണ്. ഇപ്പോൾ എനിക്ക് ബ്രസയിൽ നിന്ന് ഇതിനകത്തേക്ക് മാറിയിട്ട് ഒരു വലിയ വാഹനമായി അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് യാതൊരു ഫീലും ഇല്ല. നമ്മൾ സാധാ കൊണ്ട് നടക്കുന്ന ഒരു ഫീലിൽ തന്നെ കൊണ്ടു നടക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതിനേക്കാളും ശരിക്കും ബ്രസേനേക്കാളും കോസ്റ്റ് കുറയാണ് ചെയ്ത് പെട്രോളിൻ്റെ കാര്യം നോക്കുമ്പോൾ. പിന്നെ കുറച്ച് ആളുകൾ എന്നോട് കൺസേൺ ചോദിച്ചതാണ്, ഇതിലും മെച്ചം CNG അല്ലേ, CNG കുറച്ചും കൂടി ബെനിഫിഷ്യൽ അല്ലേന്ന്. ഒരിക്കലുമല്ല. കാരണം CNGയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഓട്ടോമാറ്റിക് കിട്ടുന്നില്ല ഇത്ര വലിപ്പമുള്ള വാഹനത്തിൽ. പ്ലസ് നിങ്ങൾക്ക് പവർ ലാഗ് CNGയിൽ ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ ഇപ്പോൾ വിക്ടോറിയസ് ഒക്കെ ആണെങ്കിൽ അതിന് ബൂട്ട് സ്പേസിൻ്റെ പ്രശ്നമില്ല. പക്ഷേ ഗ്രാൻഡ് വിറ്റാര CNG ഒക്കെ ആണെങ്കിൽ ബൂട്ട് സ്പേസിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹൈബ്രിഡ് എന്തുകൊണ്ടും വെർത്താണ്. ഇപ്പോൾ പെട്രോളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹൈബ്രിഡിന് ഗ്രാൻഡ് വിറ്റാരയുടെ തന്നെ ഈ ഓഫറുകളെല്ലാം എലിജിബിൾ ആവുകയാണെങ്കിൽ ഒരു 2 ലക്ഷം 2.25 ലക്ഷം രൂപയുടെ പ്രൈസ് ഡിഫറൻസേ വരുന്നുള്ളൂ. ആ ഒരു പ്രൈസ് നിങ്ങൾ കൂടുതൽ കൊടുത്ത് ഗ്രാൻഡ് വിറ്റാര എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്രാൻഡ് വിറ്റാര കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഹൈബ്രിഡ് ആകുമ്പോൾ നമുക്ക് പവർ ഉണ്ട്, ഓട്ടോമാറ്റിക്കിന്റെ കൺവീനിയൻസ് ലഭിക്കുന്നുണ്ട്,
പിന്നെ മൈലേജും ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഓവർടേക്കിന്റെ സമയത്തൊന്നും നമുക്ക് പ്രത്യേകിച്ച് യാതൊരു ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനകത്ത് ഫീൽ ചെയ്യുന്നില്ല. നല്ല ക്വിക്ക് ഓവർടേക്കിംഗ് കാര്യങ്ങൾ നമുക്ക് പറ്റും ഹൈബ്രിഡ് ആയതുകൊണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് പോസിറ്റീവ്സ്. പിന്നെ പറഞ്ഞോണം ഓട്ടോമാറ്റിക് ആണ്, ഇതുകൊണ്ട് വളരെ ഈസി ടു ഹാൻഡിൽ ആണ്. കൺട്രോൾസുകളെല്ലാം വളരെ ലൈറ്റ് ആണ്. ഈവൻ വൈഫിനാണെങ്കിലും ഓടിക്കാൻ ഇപ്പൊ തോന്നുന്നുണ്ട്. ഒരു ആദ്യം ബ്രസ് എടുത്ത സമയത്ത് മാനുവൽ ആയിരുന്നുകൊണ്ട് ഓടിക്കാൻ അയ്യോ ഞാൻ ഓടിക്കണോന്നൊക്കെ ചോദിക്കായിരുന്നു. പക്ഷെ ഇപ്പോൾ ആളും ഓടിക്കാൻ ഇൻട്രസ്റ്റഡ് ആണ്. അത് അടുത്തൊരു പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെന്ന് പറയില്ല. ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാര എടുത്തതിന് ശേഷം കാറിന്റെ ഉപയോഗം കൂടുതലാണ്. കാരണം മൈലേജ് കൂടുതൽ കിട്ടുന്നതുകൊണ്ട് നമ്മൾ ബൈക്ക് ഉപയോഗിക്കുന്ന പോലെ തന്നെ കാറും ഉപയോഗിക്കും. ഇപ്പം എൻ്റെ ബൈക്ക് ഓടിക്കുകയാണെങ്കിൽ എനിക്ക് 40-42 മൈലേജ് ലഭിക്കുന്നത്. ഇതിനും 28-30 കിട്ടുമ്പോൾ മഴ വെയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് സുഖമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നത് കൊണ്ട് കാറിൻ്റെ ഉപയോഗം കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ബ്രസ 1 ഇയർ കൊണ്ട് ഓടിയിരുന്നത് 6000 കിലോമീറ്റർ ആയിരുന്നു. ഇതിപ്പോൾ 5 മാസം കൊണ്ട് 5000 കിലോമീറ്റർ കഴിഞ്ഞു. അതാണ് നമ്മൾ കൂടുതൽ ഓടിക്കും എന്ന് ഞാൻ പറയാനായിട്ടുള്ള റീസൺ. ശരിക്കും ഒരു EV കൊണ്ട് നടക്കുന്ന സിമിലർ എക്സ്പെൻസ് ഒക്കെ തന്നെ വരുന്നുള്ളൂ. കിലോമീറ്ററിന് 4 രൂപയുടെ അടുത്തൊക്കെയാണ് ഇതിന് നമുക്ക് ഡ്രൈവിംഗ് കോസ്റ്റ് വരുന്നത്. EVയുടെ ചാർജിങ് പേയ്മെന്റ് മാത്രമല്ല, അതിന്റെ മറ്റ് ടയർ കൺസ്യൂമിങ് അങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് സിമിലർ പ്രൈസ് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ CNG ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ CNGനേക്കാളും എന്തുകൊണ്ടും ലാഭമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഹൈബ്രിഡ് വാഹനങ്ങളാണ്. ഇനി പോസിറ്റീവ്സ് മാത്രമല്ല കേട്ടോ, കുറച്ചധികം നെഗറ്റീവ്സ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ നെഗറ്റീവ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് തന്നെയാണ്. ഇതിൻ്റെ ആ ഒരു എൻജിൻ നോയ്സ്, അതായത് 3 സിലിണ്ടർ എഞ്ചിനാണ്. അതാ ഒരു നമ്മൾ രാവിലെ ചിലപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ആ സമയത്ത് നമ്മുടെ എഞ്ചിനും വർക്ക് ആവണം, പിന്നെ ബാറ്ററിയും റീചാർജ് ആവുന്നത് കൊണ്ട് കുറച്ചധികം RPM-ലാണെന്ന് തോന്നുന്നത് വർക്ക് ചെയ്യുന്നത്. അത് നമുക്ക് ഇതിനകത്ത് RPM ഒന്നും അറിയാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ സമയത്തൊക്കെ അത്യാവശ്യം നോയ്സ് ആയിട്ട് ഫീൽ ചെയ്യും. വൺസ് ഡ്രൈവ് മൂവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സൈലന്റ് ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. പിന്നെ വേറൊരു കംപ്ലൈന്റ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവം, ഇതിന് റിവേഴ്സ് ഗിയർ ശരിക്കും വരുന്നില്ല. നിങ്ങൾക്ക് അറിയായിരിക്കും, മോട്ടോർ തിരിഞ്ഞു കറങ്ങിയാണ് നമ്മൾ റിവേഴ്സ് പോകുന്നത്. അപ്പോൾ ഒരു കുത്തനെയുള്ള കയറ്റം ഒരു തവണ ഒരു വൈഫിൻ്റെ വീട്ടിൽ വെച്ച് ഞങ്ങൾ ഫുൾ ലോഡുമായിട്ട് റിവേഴ്സ് എടുക്കാൻ നോക്കിയ സമയത്ത് വണ്ടി ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. നമ്മൾ നോർമൽ വാഹനങ്ങൾ റിവേഴ്സ് ഗിയർ ഇട്ട് കയറുന്ന ആ ഒരു സ്പീഡിൽ ഇത് റിവേഴ്സ് കയറാനായിട്ട് ബുദ്ധിമുട്ട് കാണിച്ചിരുന്നു. അത് അവർ രണ്ടുപേരെ ഇറക്കിയിട്ട് പിന്നെ പെട്ടെന്ന് റിവേഴ്സ് കയറിയപ്പോൾ വണ്ടികൾ കയറി. പക്ഷെ അത് ചിലപ്പോൾ ചില സമയങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്കതൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തേക്കാം. അതൊരു നെഗറ്റീവായിട്ട് വേണമെങ്കിൽ പറയാം. പിന്നെ 20 ലക്ഷം രൂപ കൊടുത്തെടുക്കുന്ന വണ്ടിയുടെ ഇന്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 10 ലക്ഷം രൂപ താഴെ വരുന്ന ബലേനയുടെ ഇന്റീരിയറിനൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ്. അതിനകത്തുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ അഡീഷണലി കുറച്ച് ഹൈബ്രിഡിന്റെ ഫീച്ചേഴ്സ് അഡീഷണലി വരുന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫീച്ചേഴ്സ് ഒന്നും നോക്കരുത്. നമ്മൾ ആ 20 ലക്ഷം രൂപയുടെ അടുത്ത് സ്പെൻഡ് ചെയ്യുന്നത് ഇതിന്റെ ആ ഹൈബ്രിഡ് ടെക്നോളജിക്കാണ് എന്ന് നമ്മൾ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് വണ്ടി എടുക്കുക. കാരണം ഇതിന്റെ നോൺ ഹൈബ്രിഡ് 13.5 ലക്ഷം രൂപയുടെ ഡെൽറ്റ മാനുവൽ വേരിയന്റിൽ കിട്ടുന്ന സിമിലർ ഫീച്ചേഴ്സ് ഈ ഡെൽറ്റ പ്ലസിന്റെ 20 ലക്ഷം രൂപയുടെ ഓട്ടോമാറ്റിക് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളൂ. അതും ചില സമയങ്ങളിൽ എനിക്കതൊരു ഫീൽ ചെയ്യാറുണ്ട്. കാര്യം ഇപ്പോൾ 20 ലക്ഷം രൂപയുടെ സിയാറയോ അല്ലെങ്കിൽ സെൽട്ടോസോ ക്രെറ്റയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഫീച്ചേഴ്സാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. അതും വേണമെങ്കിൽ നമുക്കൊരു നെഗറ്റീവായിട്ട് പറയാം. അപ്പോൾ ഇതെല്ലാമാണ് പോസിറ്റീവായിട്ട് നെഗറ്റീവ്സ്. അധികം വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ നിങ്ങളൊരു ഗ്രാൻഡ് വിറ്റാര ഈ ബഡ്ജറ്റിൽ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓട്ടം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. ഒരു സാധാ വാഹനം കൊണ്ടു നടക്കുന്ന സെയിം ലിവിങ് കോസ്റ്റ് മാത്രമാണ് ഗ്രാൻഡ് വിറ്റാരയ്ക്കും വരുള്ളൂ. കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഒരു പെട്രോൾ എഞ്ചിനിലെ ഇപ്പോൾ ഇന്ത്യയിൽ ലഭിക്കുന്ന ഏത് വാഹനത്തെക്കാളും മൈലേജ് ഈ സെഗ്മെന്റിലെ 100% ഫ്യൂൽ എഫിഷ്യൻ്റ് ലഭിക്കുന്ന ഒരു വാഹനമാണ് നമ്മുടെ ഗ്രാൻഡ് വിറ്റാര. അതുപോലെ തന്നെ പലരും പറയും ഡീസലുമായിട്ട് കമ്പയർ ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ പുതിയ BS6 വന്നതിന് ശേഷം ഡീസൽ വണ്ടികൾക്കും പഴയ മൈലേജ് ഒന്നും ലഭിക്കുന്നില്ല. ഇപ്പോൾ ക്രെറ്റ ആണെങ്കിലും 14, 15, 16 മൈലേജ്. സെൽട്ടോസും ഓൾമോസ്റ്റ് സിമിലർ ആണ്. വെന്നൂനാണ് പിന്നെയും കുറച്ച് കൂടുതൽ കിട്ടുന്നത്. ഒരു 17 വരെയൊക്കെ ലോങ് പോകുമ്പോൾ സിറ്റിയിലെ വീണ്ടും 14, 15 അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഡീസലിനേക്കാളും നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്, അല്ലെങ്കിൽ സർവീസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഗ്രാൻഡ് വിറ്റാരയുടെ ഹൈബ്രിഡ്. ഇനി പുതിയ ഹൈബ്രിഡുകൾ വരുമ്പോൾ ചിലപ്പോൾ ഇതിലും ബെറ്റർ വാഹനങ്ങൾ വന്നേക്കാം. പക്ഷേ ഇനി നമുക്ക് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് നോക്കാം. പ്രൈസിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റെഗുലർ വ്യൂസാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും കമൻറ്റ് കാര്യങ്ങൾ രേഖപ്പെടുത്തുക. പ്രൈസിലേക്ക് പോകുമ്പോൾ പ്രൈസിൽ ഓഫറുകൾ എല്ലാ വേരിയന്റുകൾക്കും ഒരേ ഓഫറുകളല്ല ലഭിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സിഗ്മ ആൻഡ് ഡെൽറ്റ ബേസ് 2 വേരിയന്റുകൾക്ക് ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് 25,000 രൂപയും എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് 50,000 രൂപയും കോർപ്പറേറ്റ് ഓഫറായിട്ട് 15,000 രൂപയാണ് ലഭിക്കുന്നത്. ഈ സിഗ്മ ആൻഡ് ഡെൽറ്റ വേരിയന്റുകൾക്ക്
നമുക്ക് എക്സ്റ്റൻഡഡ് വാറണ്ടി ഫ്രീ ആയിട്ട് ലഭിക്കുന്നില്ല. നമ്മൾ പേയ്മെന്റ് ചെയ്ത് തന്നെ എക്സ്റ്റൻഡഡ് വാറണ്ടി എടുക്കണം. സീറ്റ വേരിയന്റ് ഓൺവേർഡ്സ് എക്സ്റ്റൻഡഡ് വാറണ്ടി ഫ്രീ ആണ്. ഇനി സീറ്റ ആൻഡ് ആൽഫ നോൺ ഹൈബ്രിഡ് വാഹനങ്ങളുടെ പ്രൈസ് ഓഫർ നോക്കുകയാണെങ്കിൽ ക്യാഷ് ഡിസ്കൗണ്ട് 50,000 ആയിട്ടുണ്ട്. എക്സ്ചേഞ്ച് ബോണസ് 50,000, കോർപ്പറേറ്റ് ഓഫർ 15,000, അങ്ങനെ മൊത്തം 1,15,000 രൂപ വരെ ഓഫർ നിങ്ങൾക്ക് നോൺ ഹൈബ്രിഡ് സീറ്റ ആൻഡ് ആൽഫ വാഹനങ്ങൾക്ക് ലഭിക്കും. ഇനി ഹൈബ്രിഡിലേക്ക് പോവുകയാണെങ്കിൽ ക്യാഷ് ഡിസ്കൗണ്ട് സ്ട്രേറ്റ് അവേ 1,00,000 രൂപയാക്കിയിട്ടുണ്ട്. പിന്നെ എക്സ്ചേഞ്ച് ബോണസ് 80,000 രൂപയാക്കിയിട്ടുണ്ട്. പിന്നെ കോർപ്പറേറ്റ് ഓഫർ 15,000 രൂപ. അപ്പോൾ തന്നെ 2,15,000 രൂപയുടെ ഓഫർ നിങ്ങൾക്ക് ലഭിച്ചു. അതുപോലെ തന്നെ എക്സ്റ്റൻഡഡ് വാറണ്ടി ഫ്രീ ആണ്. ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് 3 കൊല്ലത്തേക്കുള്ള എക്സ്റ്റൻഡഡ് വാറണ്ടിക്ക് നിയർ ബൈ 47,000 രൂപയുടെ അടുത്ത് അങ്ങോട്ട് കോസ്റ്റ് വരുന്നുണ്ട്. അതും കൂടി നമ്മൾക്ക് ഫ്രീ ലഭിക്കുന്നത് കൊണ്ട് ഏകദേശം 2,00,000 2,50,000 രൂപ കൂടുതൽ ഓഫർ എന്ന് വേണമെങ്കിൽ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് ഇപ്പോൾ പറയാം. ഇനി ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പ്രൈസിൽ സ്ട്രെയിറ്റ് അവേ ക്യാഷ് ഡിസ്കൗണ്ട് മാത്രമേ കുറച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ കോർപ്പറേറ്റ് ഓഫർ കിട്ടുമെങ്കിൽ അത്, പിന്നെ എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ അതിൻ്റെ ഓഫറും നമ്മൾ ഈ പറയുന്ന പ്രൈസിൽ നിന്ന് നിങ്ങൾക്ക് അഡീഷണലി ലഭിക്കും. പിന്നെ സ്ക്രാപ്പേജ് ബോണസസും പറഞ്ഞൊരു ബോണസും കൂടി വന്നിട്ടുണ്ട്. സ്മാർട്ട് ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് 45,000, സ്ട്രോങ് ഹൈബ്രിഡിന് 1,00,000 രൂപ സ്ക്രാപ്പേജ് ബോണസും ലഭിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ വാഹനം സ്ക്രാപ്പിൻ്റെ എന്തൊക്കെ പോളിസീസൊക്കെ മീറ്റ് ചെയ്യുകയാണെങ്കിലാണ് ആ ഒരു ഓഫർ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ബേസ് സിഗ്മ വേരിയന്റ് ഇപ്പോൾ 12,60,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. വേറെ യാതൊരു ഓഫറുകളും, അതായത് ക്യാഷ് ഡിസ്കൗണ്ട് മാത്രം കുറച്ചിട്ടുള്ള പ്രൈസാണ്. ഡെൽറ്റ നോക്കുകയാണെങ്കിൽ 14,15,000 രൂപ. ഡെൽറ്റയിലാണ് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ വാഹനത്തിന് 15,75,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ആ ഒരു ബഡ്ജറ്റിന് നല്ലൊരു വാഹനം തന്നെയാണ് ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റ ഓട്ടോമാറ്റിക്. ഇപ്പോൾ ബ്രസേഡയൊക്കെ ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് ഇപ്പോൾ 15 ലക്ഷം ബഡ്ജറ്റിൽ ലഭിക്കുന്നുണ്ട്. അതൊക്കെ നോക്കുന്നവർക്ക് വേണമെങ്കിൽ ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റ കൂടി കൺസിഡർ ചെയ്യാം. സീറ്റയിലേക്ക് പോയി കഴിഞ്ഞാൽ സീറ്റ മാനുവൽ 15,80,000 രൂപയും സീറ്റ ഓട്ടോമാറ്റിക് 17,70,000 രൂപയാണ്. ഗ്രാൻഡ് വിറ്റാര ദ ബെസ്റ്റ് വേരിയന്റ് സീറ്റ വേരിയന്റ് ആണ്. ആൽഫയാണ് എങ്കിൽ 17,80,000, ആൽഫ ഓട്ടോമാറ്റിക് അതായത് ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് 19,50,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഈ പ്രൈസിന് ഇതെല്ലാം നമുക്ക് തന്നിരിക്കുന്ന പ്രൈസ് എല്ലാം വിത്തൗട്ട് സൺറൂഫ്, അതായത് സൺറൂഫ് ഇല്ലാത്ത വാഹനങ്ങളുടെയാണ്. സൺറൂഫും കൂടി വേണമെങ്കിൽ നിങ്ങൾ അഡീഷണലി 60,000 രൂപയുടെ അടുത്താണ് കൂടുതൽ പേ ചെയ്യേണ്ടതായിട്ട് വരിക. ഇനി ഹൈബ്രിഡ് വാഹനങ്ങളുടെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഈ ഡെൽറ്റ പ്ലസ് വേരിയന്റ് നിങ്ങൾക്ക് 19,10,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. എക്സ്ചേഞ്ച് ബോണസ് എലിജിബിൾ ആവുകയാണെങ്കിൽ, പിന്നെ കോർപ്പറേറ്റ് ബെനിഫിറ്റും കൂടി കിട്ടുകയാണെങ്കിൽ 18,05,000 രൂപ ബഡ്ജറ്റിലൊക്കെ ഈ വാഹനം ഇപ്പോൾ ഓൺ റോഡ് ഇറങ്ങും. ആ പ്രൈസിന് മൈലേജ് മാത്രമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. അതായത് നോൺ ഹൈബ്രിഡ് ആൽഫ വേരിയന്റിന്റെ നിയർ ബൈ പ്രൈസ് ആണ്, അല്ലെങ്കിൽ സീറ്റ ഓട്ടോമാറ്റിക്കിന്റെ നിയർ ബൈ പ്രൈസ് ഇപ്പോൾ നമ്മളുടെ ഡെൽറ്റ പ്ലസ് ഹൈബ്രിഡിന് വരുന്നുണ്ട്. ഇനി സീറ്റ പ്ലസ്, അതായത് സീറ്റയുടെ ഹൈബ്രിഡ് ആണെങ്കിൽ 20,65,000 രൂപയും ആൽഫ ടോപ്പ് എൻഡ് ഹൈബ്രിഡ് ആണെങ്കിൽ 22,50,000 രൂപയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാരുതി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കാം. ഈ ഓഫർ എലിജിബിൾ ആയിട്ട് നിങ്ങൾ വാഹനം എടുക്കണമെങ്കിൽ ആ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഗ്രാൻഡ് വിറ്റാര എന്നല്ല, ഏത് വാഹനം വാങ്ങാനും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഫൈനൽ വേർഡ്സ് പറയുകയാണെങ്കിൽ ഗ്രാൻഡ് വിറ്റാര ഹൈബ്രിഡ് കൺസിഡർ ചെയ്യണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഓട്ടോ ഉണ്ട്. ഇപ്പം നിങ്ങളൊരു CNG അല്ലെങ്കിൽ EV ഒക്കെ നോക്കുന്നുണ്ട്, EVയുടെ ഒക്കെ ഫ്യൂച്ചർ എന്താവും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ട്. CNGയുടെ പവർ ലാഗ്, ഓട്ടോമാറ്റിക്കിൻ്റെ ഒക്കെ ഒരു ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യും എന്നുള്ളൊരു കൺസേൺ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 19 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഹൈലി ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രത്യേകിച്ച് കംപ്ലൈൻറ്റുകളൊന്നും ഇതുവരെ വരാത്ത ഗ്രാൻഡ് വിറ്റാര കൺസിഡർ ചെയ്യാം. ഈ സെഗ്മെന്റിലെ മറ്റേത് പെട്രോൾ വാഹനത്തെക്കാളും ഹൈലി ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ് നമ്മളുടെ ഗ്രാൻഡ് വിറ്റാര. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.